ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് സെഷനിലേക്ക് സ്വാഗതം. എന്റെ പേര് കിരൺ. നമുക്ക് നേരെ ഇന്നത്തെ ഡിസ്കഷൻ ആരംഭിക്കാം. ഇന്ന് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ സംസ്ഥാനത്തെ പഞ്ചായത്തുകളിൽ ആരംഭിക്കുന്ന പുതിയ ഇ ഗവേണൻസ് സംവിധാനത്തിനെ പറ്റിയാണ്. പഞ്ചായത്തിലെ എല്ലാ സംവിധാനങ്ങളും ഓൺലൈൻ ആക്കുന്നതിന്റെ ഭാഗമായിട്ട് ആരംഭിച്ച പുതിയ ഇ ഗവേണൻസ് സംവിധാനം, അതിന്റെ പേര് ഇന്റഗ്രേറ്റഡ് ലോക്കൽ ഗവേണൻസ് മാനേജ്മെന്റ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്നുള്ളതാണ്. അപ്പോൾ അത് ഓർമ്മിച്ച് വെച്ചേക്കാം. ഇന്റഗ്രേറ്റഡ് ലോക്കൽ ഗവേണൻസ് മാനേജ്മെന്റ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്നുള്ളതാണ് നമ്മുടെ സംസ്ഥാനത്തെ പഞ്ചായത്തുകളിൽ ആരംഭിക്കുന്ന പുതിയ ഇ ഗവേണൻസ് സംവിധാനത്തിന്റെ പേര്. ഇത് ആദ്യം ആരംഭിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ചെമ്മരുത്തി പഞ്ചായത്തിലാണ്. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ പഞ്ചായത്തുകളിൽ ആരംഭിക്കുന്ന പുതിയ ഇ ഗവേണൻസ് സംവിധാനത്തിന്റെ പേരാണ് ഇന്റഗ്രേറ്റഡ് ലോക്കൽ ഗവേണൻസ് മാനേജ്മെന്റ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്നുള്ളത്. ആദ്യം ആരംഭിക്കുന്നത് ഏത് പഞ്ചായത്തിലാണ്? തിരുവനന്തപുരം ജില്ലയിലെ ചെമ്മരുത്തി പഞ്ചായത്തിലാണ്. ഈ സോഫ്റ്റ്വെയർ വികസിപ്പിച്ചിരിക്കുന്നത് ഇൻഫർമേഷൻ കേരള മിഷനാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർമ്മിച്ചു വെച്ചേക്കുക. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് കുറച്ച് ഇന്റർനാഷണൽ ന്യൂസ് ആണ്. അതിലൊന്നാണ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്, ഭൌതിക സ്വത്തവകാശം. ഈ മേഖലയിൽ കൂടുതൽ സഹകരണം ലക്ഷ്യമിട്ടുകൊണ്ട് ഇന്ത്യയുമായിട്ട് ധാരണയിൽ ഏർപ്പെട്ട രാജ്യമാണ് ഡെൻമാർക്ക്. അപ്പോൾ റീസെന്റ് ആയിട്ട് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിൽ ഇന്ത്യയുമായിട്ട് കൂടുതൽ സഹകരണമിട്ട് ധാരണയിലായ രാജ്യമാണ് ഡെൻമാർക്ക്, യൂറോപ്യൻ രാജ്യമായ ഡെൻമാർക്ക്. ഡെൻമാർക്കിന്റെ ക്യാപിറ്റൽ കോപ്പൻഹാഗനാണ്. ഡെൻമാർക്കിന്റെ കറൻസി ഡാനിഷ് ക്രോൺ ആണ്. ഡെൻമാർക്കിന്റെ പ്രധാനമന്ത്രി മെറ്റെ ഫ്രെഡറിക്സൺ ആണ്. അപ്പോൾ റീസെന്റ് ആയിട്ട് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് മേഖലയിൽ, ഭൌതിക സ്വത്തവകാശ മേഖലയിൽ ഇന്ത്യയുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കാൻ ധാരണയിൽ ഏർപ്പെട്ട രാജ്യം ഏതാണ്? ഡെൻമാർക്കാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഏഷ്യൻ രാജ്യമായ സിംഗപ്പൂരിനെ പറ്റിയാണ്. ദേശീയ തിരിച്ചറിയൽ പദ്ധതിയിൽ, അവരുടെ ദേശീയ തിരിച്ചറിയൽ പദ്ധതിയിൽ ഫേഷ്യൽ വെരിഫിക്കേഷൻ ഉൾപ്പെടുത്തുന്ന ലോകത്തിലെ ആദ്യ രാജ്യമാണ് സിംഗപ്പൂർ. അപ്പോൾ ദേശീയ തിരിച്ചറിയൽ പദ്ധതിയിൽ ഫേഷ്യൽ വെരിഫിക്കേഷൻ ഉൾപ്പെടുത്തുന്ന ലോകത്തിലെ ആദ്യ രാജ്യം സിംഗപ്പൂറാണ്. സിംഗപ്പൂരിന്റെ ക്യാപിറ്റൽ സിംഗപ്പൂർ സിറ്റിയാണ്. സിംഗപ്പൂരിന്റെ കറൻസി സിംഗപ്പൂർ ഡോളറാണ്. സിംഗപ്പൂരിന്റെ പ്രസിഡന്റ് ഹലീമ യാക്കൂബാണ്. പ്രധാനമന്ത്രി ലീ സൈൻ ലൂങ് ആണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഒരു നാവികാഭ്യാസമാണ്. അതിന്റെ പേര് ജിമെക്സ് എന്നാണ്. ജിമെക്സിന്റെ ഫുൾ ഫോം ജപ്പാൻ ഇന്ത്യ മാരിടൈം എക്സർസൈസ് എന്നാണ്. 2020 സെപ്റ്റംബറിൽ ഇന്ത്യയും ജപ്പാനുമായി നടത്തുന്ന നാവികാഭ്യാസത്തിന്റെ പേരാണ് ജിമെക്സ് എന്നുള്ളത്. അപ്പോൾ ഓർമ്മിച്ച് വെച്ചേക്കുക. ജപ്പാന്റെ ക്യാപിറ്റൽ നമുക്കറിയാം ടോക്കിയോ ആണ്. ജപ്പാന്റെ കറൻസി യെൻ ആണ്. ജപ്പാന്റെ പ്രധാനമന്ത്രി റീസെന്റ് ആയിട്ട് നിയമിതനായ പ്രധാനമന്ത്രിയാണ് യോഷിഹിദെ സുഗയാണ്. അതുപോലെ ഇന്ത്യയും ജപ്പാനുമായിട്ടുള്ള സൈനിക അഭ്യാസങ്ങളിൽ ചിലതാണ് ഷിന്യു മൈത്രി, അതുപോലെ ധർമ്മ ഗാർഡിയൻ, സഹയോഗ് ഖൈജൻ. അപ്പോൾ അത് റിലേറ്റഡ് ഫാക്ട്സ് ആയിട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത് ജിമെക്സ് എന്ന നാവികാഭ്യാസത്തെ പറ്റിയായിരുന്നു. ഇന്ത്യയും ജപ്പാനുമായിട്ടുള്ള മറ്റ് സൈനിക അഭ്യാസങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷിന്യു മൈത്രി, ധർമ്മ ഗാർഡിയൻ, സഹയോഗ് ഖൈജൻ. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് കുറച്ച് അപ്പോയിന്റ്മെന്റ്സ് ആണ്. അതിലൊന്നാണ് ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റി, അപെക്സ് ബോഡിയാണ്. ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റിയുടെ പുതിയ പ്രസിഡന്റായിട്ട് നിയമിതനായിരിക്കുന്നത് എൽ ആദിമൂലമാണ്. അപ്പോൾ ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റിയുടെ 2020-21 കാലയളവിലെ പ്രസിഡന്റായിട്ട് നിയമിതനായിരിക്കുന്നത് എൽ ആദിമൂലമാണ്. ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് മറ്റൊരു അപ്പോയിന്റ്മെന്റ് ആണ്. ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് ഫൗണ്ടേഷൻ IBFന്റെ പ്രസിഡന്റായിട്ട് നിയമിതനായ മലയാളിയാണ് കെ മാധവൻ. അപ്പോൾ സ്റ്റാർ ഡിസ്നി ഇന്ത്യയുടെ മാനേജിംഗ് ഡയറക്ടറായ കെ മാധവനെയാണ് ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് ഫൗണ്ടേഷന്റെ പ്രസിഡന്റായിട്ട് നിയമിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് ഫൗണ്ടേഷന്റെ ആസ്ഥാനവും സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഒരു സുപ്രധാനമായ കേന്ദ്ര സർക്കാർ തീരുമാനമാണ്. മെഡിക്കൽ കൌൺസിൽ ഓഫ് ഇന്ത്യ MCIക്ക് പകരമായിട്ട് പുതിയൊരു സംവിധാനം നിലവിൽ വന്നിരിക്കുകയാണ്, നാഷണൽ മെഡിക്കൽ കമ്മീഷൻ. അപ്പോൾ MCIക്ക് പകരമായിട്ട് നിലവിൽ വന്ന പുതിയ സ്ഥാപനമാണ് NMC, നാഷണൽ മെഡിക്കൽ കമ്മീഷൻ. നമ്മുടെ രാജ്യത്തെ മെഡിക്കൽ വിദ്യാഭ്യാസത്തിന്റെ ക്വാളിറ്റി ഉയർത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി, ഗുണനിലവാരം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി ആരംഭിച്ച പുതിയ സ്ഥാപനമാണ് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ. നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ ആസ്ഥാനവും സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ഡോക്ടർ സുരേഷ് ചന്ദ്ര ശർമ്മയാണ്. അപ്പൊ പേരൊരിക്കലും മറന്നു പോകരുത്. നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ഡോക്ടർ സുരേഷ് ചന്ദ്ര ശർമ്മയാണ്. ഏത് സ്ഥാപനത്തിന് പകരമായിട്ടാണ് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ നിലവിൽ വന്നിരിക്കുന്നത്? മെഡിക്കൽ കൌൺസിൽ ഓഫ് ഇന്ത്യക്ക് പകരമായിട്ടാണ് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ നിലവിൽ വന്നിരിക്കുന്നത്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഒരു അവാർഡാണ്. CSIR കൌൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ചിന്റെ ശാന്തി സ്വരൂപ് ഭട്നാഗർ അവാർഡ്സ് 2020 പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വിവിധ മേഖലകളിലെ ഗവേഷണ മികവിനാണ് ഈ പുരസ്കാരം എല്ലാ വർഷവും CSIR നൽകുന്നത്. CSIR അവാർഡ് 2020 ലഭിച്ച മലയാളികളെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ശാന്തി സ്വരൂപ് ഭട്നാഗർ അവാർഡ് 2020 ലഭിച്ച മലയാളികളിൽ ഒരാളാണ് IIT ബോംബെയിലെ പ്രൊഫസറായ ഡോക്ടർ UK ആനന്ദ വർദ്ധൻ. അതുപോലെ
ജവഹർലാൽ നെഹ്റു സെന്റർ ഫോർ അഡ്വാൻസ്ഡ് സയന്റിഫിക് റിസർച്ച് ബംഗളൂരുവിലെ ഡോക്ടർ സുബി ജേക്കബ് ജോർജ്. അപ്പോ ശാന്തി സ്വരൂപ് ഭട്നാഗർ അവാർഡ് ലഭിച്ച മലയാളികൾ ആരൊക്കെയാണ്? ഡോക്ടർ സുബി ജേക്കബ് ജോർജും അതുപോലെ ഡോക്ടർ UK ആനന്ദ വർദ്ധൻ. അടുത്ത് ഡിസ്കസ് ചെയ്യുന്ന ഒരു സമ്മിറ്റ് ആണ്. അതിന്റെ പേര് റൈസ് 2020 എന്നാണ്. റൈസിന്റെ ഫുൾ ഫോം റെസ്പോൺസിബിൾ AI ഫോർ സോഷ്യൽ എംപവർമെന്റ് എന്നാണ്. അപ്പോൾ AI കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിലെ ഒരു സമ്മേളനമാണ് റൈസ് 2020 എന്നുള്ളത്. റൈസിന്റെ ഫുൾ ഫോം റെസ്പോൺസിബിൾ AI ഫോർ സോഷ്യൽ എംപവർമെന്റ് എന്നാണ്. മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയും അതുപോലെ നീതി ആയോഗ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യയും ചേർന്ന് ആരംഭിക്കുന്ന ഒരു സമ്മേളനമാണ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിലെ ഒരു സമ്മേളനമാണ് റൈസ് 2020 എന്നുള്ളത്. അപ്പോൾ നീതി ആയോഗും മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയും ചേർന്ന് നടത്തുന്ന ഒരു സമ്മിറ്റാണ് റൈസ് 2020 എന്നുള്ളത്. നീതി ആയോഗിന്റെ CEO ശ്രീ അമിതാഭ് കാന്താണ്. നീതി ആയോഗിന്റെ ചെയർപേഴ്സൺ നമ്മുടെ പ്രധാനമന്ത്രിയാണ്. വൈസ് ചെയർപേഴ്സൺ ശ്രീ രാജീവ് കുമാറാണ്. അതുപോലെ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന കേന്ദ്രമന്ത്രി ശ്രീ രവിശങ്കർ പ്രസാദാണ്. റൈസ് 2020 എന്നുള്ള ആർട്ടിഫിഷ്യൽ മേഖലയിലെ കൂടുതൽ പഠനങ്ങളും ഗവേഷണങ്ങളും ലക്ഷ്യമിട്ട് ആരംഭിക്കുന്ന സമ്മിറ്റിന് നേതൃത്വം നൽകുന്നത് മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയും അതുപോലെ നീതി ആയോഗും ചേർന്നാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഒരു പുരസ്കാരമാണ്, യമീൻ ഹസാരിക അവാർഡ്. 6ാമത് യമീൻ ഹസാരിക അവാർഡാണ് 2020 വിതരണം ചെയ്തത്. ലഭിച്ചിരിക്കുന്നത് ഈ പുരസ്കാരത്തിന് അർഹയായിരിക്കുന്നത് ചരിത്രകാരിയും എഴുത്തുകാരിയുമായ രന സാഫ്വിക്കാണ്. നോർത്ത് ഈസ്റ്റ് മേഖലയിൽ നിന്ന്, വടക്കുകിഴക്കൻ മേഖലയിൽ നിന്ന് സെൻട്രൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് എത്തുന്ന ആദ്യ വനിതയാണ് യമീൻ ഹസാരിക. അപ്പൊ അവരുടെ പേരിലുള്ള പുരസ്കാരമാണ് യമീൻ ഹസാരിക അവാർഡ്. അപ്പൊ 2020 ഈ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ചരിത്രകാരിയും എഴുത്തുകാരി കൂടിയായ രന സാഫ്വിക്കാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ്. ആസാമിൽ ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ. അതിന്റെ പേര് വിസിറ്റ് ആസാം എന്നാണ്. COVID-19 ഒക്കെ പശ്ചാത്തലത്തിൽ എയർ പാസഞ്ചേഴ്സ് വിമാനയാത്രക്കാര് സാമൂഹിക അകലം പാലിക്കുന്നത് അവരെ സഹായിക്കുന്നതിനായിട്ട് ആരംഭിച്ച ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ. അതിന്റെ പേര് വിസിറ്റ് ആസാം എന്നാണ്. അപ്പോൾ ആസാമിൽ എയർ പാസഞ്ചേഴ്സിനായിട്ട് ആരംഭിച്ച പുതിയ മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരാണ് വിസിറ്റ് ആസാം എന്നുള്ളത്. അസമിന്റെ ക്യാപിറ്റൽ നമുക്കറിയാം ഡിസ്പൂർ ആണ്. അസമിന്റെ ചീഫ് മിനിസ്റ്റർ ശ്രീ സർബാനന്ദ സോനോവാളാണ്. ഗവർണർ ശ്രീ ജഗദീഷ് മുഖിയാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്ന ഒരു ഹെക്കത്തൺ ആണ്. അതിന്റെ പേര് കൃതാഗ്യ എന്നാണ്. ഇന്ത്യൻ കൌൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ചിന്റെ നാഷണൽ അഗ്രികൾച്ചറൽ ഹയർ എഡ്യൂക്കേഷൻ പ്രോജക്ടിന്റെ ഭാഗമായിട്ട് കാർഷിക യന്ത്രവൽക്കരണം കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നതിന് ആരംഭിച്ച ഒരു ഹെക്കത്തൺ. അതിന്റെ പേരാണ് കൃതാഗ്യ എന്നുള്ളത്. അപ്പോൾ കൃതാഗ്യ ആരുടെ നേതൃത്വത്തിലാണ് നടത്തപ്പെടുന്നത്? ഇന്ത്യൻ കൌൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ചിന്റെ നാഷണൽ അഗ്രികൾച്ചറൽ ഹയർ എഡ്യൂക്കേഷൻ പ്രോജക്ടിന്റെ ഭാഗമായിട്ട് നടത്തപ്പെടുന്ന ഹെക്കത്തൺ ആണ് കൃതാഗ്യ. കൃഷി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന നമ്മുടെ കേന്ദ്രമന്ത്രി ആരാണ്? ശ്രീ നരേന്ദ്രസിംഗ് തോമറാണ്. അതുപോലെ ഇന്ത്യൻ കൌൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച് ICARന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഫിനാൻഷ്യൽ സ്ഥാപനത്തിനെ പറ്റിയാണ്. അതിന്റെ പേര് വക്രാംഗെ ലിമിറ്റഡ് എന്നാണ്. 2020 സെപ്റ്റംബറിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ RBIയുടെ ഭാരത് ബിൽ പേയ്മെന്റ് ഓപ്പറേറ്റിംഗ് യൂണിറ്റ് അംഗീകാരം ലഭിച്ച സ്ഥാപനമാണ് വക്രാംഗെ ലിമിറ്റഡ് എന്നുള്ളത്. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBIയുടെ ഭാരത് ബിൽ പേയ്മെന്റ് ഓപ്പറേറ്റിംഗ് യൂണിറ്റ് അംഗീകാരം ലഭിച്ച സ്ഥാപനം വക്രാംഗെ ലിമിറ്റഡ് ആണ്. വക്രാംഗെ ലിമിറ്റഡിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ്. നിലവിലെ MD ആൻഡ് CEO ദിനേശ് നന്ദുവാനയാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്ന ഒരു ബ്രാൻഡ് ക്യാമ്പയിനാണ്. ആരംഭിച്ചിരിക്കുന്നത് SBI കാർഡാണ്. SBI ബാങ്ക് അല്ല, SBI ബാങ്കിന്റെ സഹസ്ഥാപനമായ SBI കാർഡാണ്. അതിന്റെ പേര് കോൺടാക്ട്ലെസ് കണക്ഷൻസ് എന്നാണ്. അപ്പോൾ SBI കാർഡ് റീസെന്റ് ആയിട്ട് ആരംഭിച്ച ബ്രാൻഡ് ക്യാമ്പയിന്റെ പേരാണ് കോൺടാക്ട്ലെസ് കണക്ഷൻസ് എന്നുള്ളത്. SBI കാർഡ്സ് ആൻഡ് പേയ്മെന്റ് സർവീസസിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ഹരിയാനയിലെ ഗുർഗാവ് ആണ്. ഇതിന്റെ MD ആൻഡ് CEO അശ്വനി കുമാർ തിവാരിയാണ്. അപ്പോൾ SBI കാർഡ് ആരംഭിച്ച പുതിയ ബ്രാൻഡ് ക്യാമ്പയിന്റെ പേര് കോൺടാക്ട്ലെസ് കണക്ഷൻസ് എന്നാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനെ പറ്റിയാണ്. AIFF. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ ആസ്ഥാനം എവിടെ സ്ഥിതി ചെയ്യുന്നത്? ന്യൂഡൽഹിയിലാണ്. നിലവിലെ പ്രസിഡന്റ് ശ്രീ പ്രഫുൽ പട്ടേലാണ്. കഴിഞ്ഞ ദിവസം ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ 2019-20 സീസണിലെ പ്ലെയർ ഓഫ് ദി ഇയർ അവാർഡ് പ്രഖ്യാപിക്കുകയുണ്ടായി. ഇതിൽ പുരുഷ വിഭാഗത്തിൽ ഈ പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് ഗുർപ്രീത് സിംഗ് സന്ധു ആണ്. വനിതാ വിഭാഗത്തിൽ സഞ്ജു യാദവ് ആണ്. അപ്പോൾ 2019-20 സീസണിലെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ പ്ലെയർ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയിരിക്കുന്നത് വനിതാ വിഭാഗത്തിൽ സഞ്ജു യാദവിനും പുരുഷ വിഭാഗത്തിൽ ഗുർപ്രീത് സിംഗ് സന്ധുവിനുമാണ്. അതുപോലെ ഫെഡ് കപ്പ് ടെന്നീസ് ടൂർണമെന്റ്, ഇന്റർനാഷണൽ ടെന്നീസ് ടൂർണമെന്റായ ഫെഡ് കപ്പ് ടെന്നീസ് ടൂർണമെന്റിന്റെ പേര് മാറ്റിയിരിക്കുകയാണ്. ഇനി മുതൽ ഫെഡ് കപ്പ് ടെന്നീസ് ടൂർണമെന്റ് അറിയപ്പെടുന്നത് ബില്ലി ജീൻ കിങ് കപ്പ് എന്നാണ്. അമേരിക്കയുടെ മുൻ ടെന്നീസ് താരമായ ബില്ലി ജീൻ കിങ്ങിനോടുള്ള ആദരസൂചകമായിട്ട് ഫെഡ് കപ്പ് ടെന്നീസ് ടൂർണമെന്റ് ഇനി മുതൽ അറിയപ്പെടുന്നത് ബില്ലി ജീൻ കിങ് കപ്പ് എന്നാണ്. ഇനി കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ആണ്. അതിലൊന്നാണ് സെപ്റ്റംബർ 26 വേൾഡ് എൻവയോൺമെന്റ് ഹെൽത്ത് ഡേ ആയിട്ടാണ് ആചരിക്കുന്നത്.
ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് എൻവയോൺമെന്റൽ ഹെൽത്തിന്റെ നേതൃത്വത്തിലാണ് വേൾഡ് എൻവയോൺമെന്റൽ ഹെൽത്ത് ഡേ എല്ലാ വർഷവും സെപ്റ്റംബർ മാസം 26-ന് ആചരിക്കുന്നത്. 2020 വേൾഡ് എൻവയോൺമെന്റൽ ഹെൽത്ത് ഡേയുടെ പ്രമേയം എൻവയോൺമെന്റൽ ഹെൽത്ത് എ കീ പബ്ലിക് ഹെൽത്ത് ഇന്റർവെൻഷൻ ഇൻ ഡിസീസ് പാൻഡമിക് പ്രിവെൻഷൻ എന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് നോട്ട് ചെയ്ത് ഓർമ്മിച്ച് വെച്ചിരിക്കുക. അതുപോലെ ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് എൻവയോൺമെന്റൽ ഹെൽത്ത് IFEHന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് UK-യിലെ ലണ്ടനിലാണ്. അപ്പോൾ വേൾഡ് എൻവയോൺമെന്റൽ ഹെൽത്ത് ഡേ നമ്മൾ എന്നാണ് ആചരിക്കുന്നത്? സെപ്റ്റംബർ 26-ാണ്. അതുപോലെ മറ്റൊരു ഇന്റർനാഷണൽ ഡേ ആണ് വേൾഡ് ടൂറിസം ഡേ, ലോക വിനോദസഞ്ചാര ദിനം. എന്നാണ് ആചരിക്കുന്നത്? സെപ്റ്റംബർ മാസം 27-ാണ്. ഐക്യരാഷ്ട്രസഭയുടെ UNWTO വേൾഡ് ടൂറിസം ഓർഗനൈസേഷന്റെ നേതൃത്വത്തിലാണ് ലോക വിനോദസഞ്ചാര ദിനം എല്ലാ വർഷവും ആചരിക്കുന്നത്. എന്നാണ്? സെപ്റ്റംബർ 27. 2020 ലോക വിനോദസഞ്ചാര ദിനത്തിന്റെ പ്രമേയം ടൂറിസം ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് എന്നാണ്. അപ്പോൾ അത് ഓർമ്മിച്ച് വെച്ചിരിക്കാം. വേൾഡ് ടൂറിസം ഡേ 2020 പ്രമേയം ടൂറിസം ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് എന്നാണ്. എന്നാണ് വേൾഡ് ടൂറിസം ഡേ നമ്മൾ ആചരിക്കുന്നത്? സെപ്റ്റംബർ മാസം 27. UNWTO യുണൈറ്റഡ് നേഷൻസ് വേൾഡ് ടൂറിസം ഓർഗനൈസേഷന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് സ്പെയിനിലെ മാഡ്രിഡിലാണ്. നിലവിലെ UNWTO സെക്രട്ടറി ജനറൽ സുറാബ് പൊളോലി കാഷിവില്ലിയാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് മറ്റൊരു ഇന്റർനാഷണൽ ഡേ ആണ്. ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ ആചരിക്കുന്ന ഒരു അന്താരാഷ്ട്ര ദിനമാണ് ഇന്റർനാഷണൽ ഡേ ഫോർ യൂണിവേഴ്സൽ ആക്സസ് ടു ഇൻഫർമേഷൻ. അതെന്നാണ് ആചരിക്കുന്നത്? സെപ്റ്റംബർ മാസം 28 അതോടെ ഓർമ്മിച്ച് വെച്ചിരിക്കാം. ഇന്റർനാഷണൽ ഡേ ഫോർ യൂണിവേഴ്സൽ ആക്സസ് ടു ഇൻഫർമേഷൻ. ഇനി ഇന്നത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ് റഫാൽ യുദ്ധവിമാനം. ഇന്ത്യ ഫ്രാൻസിൽ നിന്നും വാങ്ങിയ റഫാൽ യുദ്ധവിമാനം പറത്തുന്ന ആദ്യ ഇന്ത്യൻ വനിതാ ഫൈറ്റർ പൈലറ്റ് ആരാണ് എന്നതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് അറിയാവുന്നവർ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. അതുപോലെ ഇത് അറിയില്ലെങ്കിൽ തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമ്മൾ ഈ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ തീർച്ചയായിട്ടും പോയി കാണുക, പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. അതുപോലെ ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറന്റ് അഫയേഴ്സ് ടോപ്പിക്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ചിരുന്ന ചോദ്യം വിദ്യാർത്ഥികളുടെ പഠന മികവിനായി യുറൈസ് പോർട്ടൽ ആരംഭിച്ച സംസ്ഥാനം ഏതായിരുന്നു എന്നുള്ളത്. അപ്പോൾ യുറൈസ് പോർട്ടൽ ആരംഭിച്ചിരിക്കുന്നത് ഉത്തർപ്രദേശാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറന്റ് അഫയേഴ്സ് ടോപ്പിക്സ് ആണ്. ഡെയിലി കറന്റ് അഫയേഴ്സിന്റെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെയും ബൈ ബൈ ആൻഡ് താങ്ക് യു.